ധനുഷ് പി എസ് സി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കമ്പനി മോഡൽ GS എക്സാം എഴുതുന്ന ഏവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ കേരള PSCക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള മുൻവർഷ ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാം. തുടങ്ങാം. ഫസ്റ്റ് വൺ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? സോവിയറ്റ് യൂണിയൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാമാണ്? ആന, കാള, സിംഹം, കുതിര. കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഇവിടുത്തെ ഏതാണ്? ഓപ്ഷൻസിൽ സമത്വത്തിനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്. ആൻസർ സ്വത്തവകാശമാണ്. ത്രിവർണ്ണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ്? ആൻസർ 1947 ജൂലൈ 22. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? സംവാദ് കൗമുദി. 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗട്ടിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണലിൻ്റെ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത ഏതാണ്? ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത ഏതാണ്? മാഡം വിക്കാച്ചി കമ്മ. അടുത്തത്, പ്രത്യക്ഷരക്ഷാ ദേവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ കുമാരഗുരുദേവൻ. പ്രത്യക്ഷരക്ഷാ ദേവസഭ കുമാരഗുരുദേവൻ. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ച സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ആരാണ്? ദാദാഭായ് നവറോജി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? മൗണ്ട് ബാറ്റൻ പ്രഭു. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? തിരുവിതാംകൂർ സർവകലാശാല. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? K. കേളപ്പൻ. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഭാഗം ഏതാണ്? ഇടനാട്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട തടാകം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? വേമ്പനാട്ടു കായൽ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏതാണ്? വയനാട് ജില്ല. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ഏതാണ്? ചെമ്പഴന്തി. കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? NW3. 1917 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ഗൗരി പാർവതി ഭായ്. വാക്ക് സത്യാഗ്രഹത്തോടനുബന്ധിച്ച് അതിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഗാന്ധിജി നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്ന ഇവിടെ വെച്ചാണ്? ലാഹോർ. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ബാലഗംഗാധര തിലക്. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതായിരുന്നു? ഡോക്ടർ S. രാധാകൃഷ്ണൻ കമ്മീഷൻ. അടുത്ത ഒന്നും കൂടി, കേരളത്തിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? 1957. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ജസ്റ്റിസ് ഫസൽ അലി. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം ഏതാണ്? മീററ്റ്. കേരളത്തിലെ ദേശീയോത്സവം ഏതാണ്? ഓണം. വടക്കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? തുലാം വർഷം. വരികെ സഹചരെ വലിയ സഹന സമരമായി ഈ സ്വാതന്ത്ര്യകാലത്തിൻ്റെ രചയിതാവ് അംശനാരായണ പിള്ള. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളി. വില്ലുവണ്ടി അയ്യങ്കാളി. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ച വർഷം 1861. അടുത്തത്, കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി പയ്യന്നൂർ. ഇവിടെ കൊടുത്തിട്ടുള്ളവയിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? ക്ഷയവും ചിക്കൻ പോക്സും. ആഹാരവസ്തുക്കൾ കടിച്ചു കയറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? കോമ്പല്ല്. ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഭൂമിക. സ്കർവി ഏത് വിറ്റമിനായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്കർവി വിറ്റമിൻ C ഡെഫിഷ്യൻസി. വിറ്റമിൻ സിയുടെ കുറവുകൊണ്ടുണ്ടാകുന്ന അസുഖമാണിത് സ്കർവി. രക്തത്തിലെ ദ്രാവക ഭാഗം അറിയപ്പെടുന്ന പേരെന്താണ്? പ്ലാസ്മ എന്നാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഇതിൻ്റെ സങ്കര ഇനമല്ലാത്തത് ഏതാണ്?
അനാമികയും അതുപോലെ അർക്കയുമാണ്. ഒരെണ്ണം കൂടി ചോദിക്കുക, ധൃതി ചെയ്യങ്ങോട്ടാണ് പോകുന്നില്ലേ, വേഗം പോവാം. താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? ആന്തോസയാനിൻ. എണ്ണമലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതകമാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാരാണ്? ആനന്ദമോഹൻ ചക്രവർത്തി. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ്. സൈലന്റ് വാലി വന്യജീവി സങ്കേത ദേശീയോദ്യാനം പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1984. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഐസോട്രോപ്പുകളുടെ ജോഡി കണ്ടെത്തുക. കാർബൺ 12, 14. അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാധാരണ മാർഗ്ഗം ഏതാണ്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. റെയററ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങളേവ? ലാന്തനോയിഡുകൾ. കനജലത്തിൻ്റെ രാസസൂത്രം ഏതാണ്? D2O. ക്ലോറോഫെനിക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് ഭാഗത്തിൽപ്പെടുന്നു? ആൻറ്റിബയോട്ടിക്സ്. നെക്സ്റ്റ്, എന്നാണ് ശാസ്ത്രദിനം? ശാസ്ത്രദിനം എന്നാണ്, ദേശീയ ശാസ്ത്രദിനം എന്നാണ് ഫെബ്രുവരി 28. ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? 2021. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെപ്പറഞ്ഞ പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏതാണ്? ഖൈബർ ചുരം ഇന്ത്യയും ഭൂട്ടാനും ബന്ധിപ്പിക്കുന്നു, ശരിയല്ല. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏതാണ്? ബ്രസീൽ. ഇന്ത്യയുടെ ഉപദ്വീപ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. തന്നിരിക്കുന്ന വിശുദ്ധ തടാകം അല്ലാത്ത ഏതാണ്? സംഭാർ തടാകം. സർദാർ സരോവർ അണക്കെട്ട് ഈ നദിയിലാണ്? നർമ്മദ. താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? റൂർക്കല. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും വരാം.